ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്ന ടാറ്റയുടെ ടിയാഗോ ആണ്. മാരകമായിട്ടൊരു വണ്ടിയാണ്. അതായത് സ്പോർട്ടി ലുക്കും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ ഉടമസ്ഥനെ പരിചയപ്പെടാം. ചാത്തന്നൂരുള്ള നമ്മളൊരു കൊച്ചു കൂട്ടുകാരനാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ തിരക്കാം വണ്ടിയുടെ. എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി അക്ഷയ് തിരഞ്ഞെടുക്കാൻ കാര്യം? നല്ല സ്ട്രോങ് ആണ്, വാല്യൂ ഫോർ മണിയാണ് എല്ലാം. വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ അക്ഷയ് എന്തോ ഉദ്ദേശിക്കുന്ന സംഭവം? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 15 വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും പ്രൈസ് കുറവാണ്. ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്റർടൈൻമെന്റ് ഫീച്ചേഴ്സ് ഒക്കെ നല്ല പക്കാണ്. നമ്മൾ ഇട്ടോണ്ട് വന്നില്ലേ, സൂപ്പറാണ്. അപ്പം അക്ഷയ്ക്ക് വണ്ടി ഇപ്പം 6000 സംതിങ് കിലോമീറ്റർ ഓടി. എന്താണ് ഫീലിംഗ്? എന്താണ്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഹാൻഡിലിംഗും കാര്യങ്ങളൊക്കെ. ഓക്കെ, സ്റ്റിയറിംഗ് ഒക്കെ പൊളിയാണല്ലേ? ഓക്കെ. വണ്ടിക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഈ ചെറിയ വണ്ടിയിൽ ഹാച്ച് ബാക്ക്, ചെറിയ വാഹനങ്ങൾ വരുന്ന സെഗ്മെന്റിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു വാഹനം ഇല്ല. ടോപ്പിന്റെ മുകളിലായ ഈ ഒരു വണ്ടി 6,70,000 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും സേഫ്റ്റിയും കാര്യങ്ങളായിട്ട് ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനൊരു വാഹനം വേറൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയില്ല. ടാറ്റ ഇപ്പം ഒരുപാട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു കാണാനുള്ള ഒരു ചന്തം വെച്ചാണെങ്കിലും വണ്ടിയുടെ ഒരു ക്യൂട്ട്നെസ് കാര്യങ്ങളെല്ലാം എന്ത് തന്നെ നോക്കിയാലും ഉള്ളിലുള്ള സ്പേസ് കാര്യങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് ടാറ്റയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ ടിയാഗോ ഒരു 1200 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള 1200 cc ഉള്ള ഒരു വാഹനമാണ്. അപ്പം പെട്രോളാണ്. ടാറ്റ പൊതുവെ പെട്രോൾ വാഹനങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാറില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം വെച്ചാൽ ടാറ്റയുടെ പെട്രോൾ വാഹനങ്ങളുടെ എഞ്ചിൻ പാർട്സുകൾ, അതായത് ഇപ്പം വല്ല സെൻസറുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹീറ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കിട്ടാൻ പൊതുവെ ഒരല്പം പ്രയാസമായിരുന്നു പെട്രോൾ വാഹനങ്ങൾ മുൻകാലങ്ങളിൽ. അപ്പം ഇപ്പോഴത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എഞ്ചിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് നമുക്കിത് പരിചയപ്പെടാം. ഈ ജാക്സ് പെരാരോ ഒന്ന് കാണിച്ചേക്കണം കേട്ടോ. എഞ്ചിനൊന്ന് നോക്കാം. ബോണറ്റ് പൊക്കി വെക്കാം. ആയിവാ, നല്ല വെയിറ്റ് ആണ്. ബോണറ്റിന് നല്ല സൂപ്പർ വെയിറ്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ബോണറ്റിന്. എഞ്ചിൻ എന്ന് പറയുന്നത് 3 സിലിണ്ടർ വാട്ടർ കൂൾഡ്, 3 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഇൻലൈൻ ഒരു എഞ്ചിനാണ്. പ്രഥമ ദൃഷ്ടിയ പെട്ടെന്ന് കാണുമ്പം നമ്മള് കിഡിന്റെ ഒക്കെ എഞ്ചിനോടൊക്കെ ഏകദേശം ഒരു സാമ്യം പുറമെ തോന്നും. പക്ഷെ അതിനോടും സാമ്യം തൽക്കാലം ഇല്ല വണ്ടിക്ക്. നമ്മളൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു 1200 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനമാണ്. സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം ക്യൂബിക് കപ്പാസിറ്റി ആണ് നമ്മളെ വണ്ടിക്ക് വരുന്നത്. വണ്ടിക്ക് വരുന്ന ടൈമിങ്ങിന്റെ ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്ന ചെയിനാണ്. കാണിച്ചു തരാം. ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പം ഈ ഒരു ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ ഇതാണ് ടൈമിംഗ് ചെയിൻ വരുന്നത്. 2 ക്യാം ഷാഫ്റ്റാണ് നമ്മളെ വണ്ടിക്ക് വരുന്നത്. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നൊരു ടൈമിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പം 1,00,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിർബന്ധമായും മാറണം എന്നൊരു ഇതൊന്നുമില്ല. നമ്മൾ 1.5 ആകുമ്പോൾ 1:30 ആകുമ്പോൾ മാറിയാലും കുഴപ്പമില്ല. വളരെ ഒതുങ്ങി കൊച്ചൊരു എഞ്ചിനാണ് നമ്മളെ വണ്ടിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗിയർ ബോക്സും വളരെ ചെറിയൊരു ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഇത്തിരി അധികം ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളും, അതായത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടിയുടെ ABS-ന്റെ ആ ഒരു കിറ്റ് വരുന്നത്. മൊഡ്യൂളും സെറ്റും മോട്ടറും എല്ലാമായിട്ട് വരുന്ന ABS-ന്റെ സെറ്റ് വരുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് ആളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല ടിയാഗോയിൽ വരുന്നത്. ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ വിറയിലും കാര്യം. അക്ഷയ് സ്റ്റാർട്ട് ചെയ്തോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിറയിൽ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തോണേ. ഇതാണ് ഈ വണ്ടിക്ക് നല്ല രീതിയിലുള്ള വിറയലുണ്ട്. അതൊരു വലിയൊരു ഫോൾട്ട് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ 3 സിലിണ്ടർ വണ്ടികൾക്ക് സ്വാഭാവികമായിട്ട് വിറയിൽ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടിയാഗോയ്ക്ക് ഒരല്പം വിറയിൽ കൂടുതലാണ്. റേഡിയേറ്ററിന്റെ വാട്ടർ ടാങ്ക് കിടന്ന് കുലുങ്ങുന്നുണ്ടോ? നല്ല രീതിയിലുള്ള വിറയലുണ്ട് നമ്മളെ വണ്ടിക്ക്. അപ്പൊ ഇത് നമുക്ക് 3 സിലിണ്ടർ ആയതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു വിറയലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക്
നമ്മളെ വണ്ടിയിലോട്ടും അനുഭവപ്പെടുന്നുണ്ട്. അത് വലിയൊരു മൈനസ് ആയിപ്പോയി. കാര്യം വെച്ചാൽ നമുക്ക് ഒരു രീതിയിലും എന്താ പറയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നതൊക്കെ ചില പെട്രോൾ വണ്ടികൾക്കൊക്കെ, അതായത് ഒരുപെട്ട പെട്രോൾ വണ്ടികൾക്കൊക്കെ അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നത് വണ്ടിയുടെ അകത്തിരുന്നാലും നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഇഗ്നേറ്ററുകളാണ് ഇതായി കാണുന്നത്. 1, സെൻട്രൽ 1, 2, ഈ അറ്റത്തൊന്ന് 3, അങ്ങനെ 3 ഇഗ്നേറ്ററുകളാണ് സാധാരണ നമ്മളെ ഈ ഒരു വണ്ടിക്ക് വരുന്നത്. പിന്നെ അത് കണക്ക് വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ വണ്ടിക്ക് ഇന്ന കംപ്ലൈന്റ് വരും എന്നൊന്നും പറയാറായിട്ടില്ല. വണ്ടികൾ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് നാൾ ഓടിക്കഴിഞ്ഞാലേ വണ്ടിയുടെ നല്ലതും ചീത്തയായിട്ടുള്ള ശരിക്കുള്ള എഞ്ചിന്റെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങുള്ളൂ. വിരളമായിട്ട് കുറച്ച് റിവ്യൂസ് വരുന്നതല്ലാതെ ആധികാരികമായിട്ടൊന്നും പറയാറായിട്ടില്ല നമ്മളെ ഈ ഒരു എഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പം ഈ ഒരു ഫൗണ്ടേഷൻ കിടന്ന് കുലുങ്ങുന്നുണ്ടോ? ഈ ഒരു ഫൗണ്ടേഷൻ എന്താ നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ഫൗണ്ടേഷന്റെ ആ ഒരു ആട്ടം? ഇത് തീർച്ചയായിട്ടും കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഫൗണ്ടേഷനുകൾ പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിന്റെ ഫൗണ്ടേഷനുകൾ, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു കേബിൾസ്, അതായത് ഗിയറിന്റെ കേബിളും കാര്യങ്ങളൊക്കെ, പിന്നെ അത് കണക്ക് തന്നെ ഇതിന്റെ ഓസ്, എപ്പോഴും ഈ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓസുകൾ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു വിറയലിന്റെ ഭാഗമായിട്ടാണ്. ടയർ സൈസ് എന്ന് പറഞ്ഞാൽ കിടിലമാണ് കേട്ടോ. അതായത് ഈ ഒരു സെഗ്മെന്റിൽ, അതായത് ഈ ഒരു കൊച്ചു വണ്ടിയിൽ 175, 60, 15 ഈ ഡ്രം സൈസ്, ഈ അലോയുടെ സൈസ് 15 ആണ്. അതായത് നമ്മളെ പഴയ ഇന്നോവയ്ക്കും ടവേരയ്ക്കൊക്കെ വരുന്ന ഡ്രം സൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കമുള്ള നല്ല വലിയ ടയറാണ്. ടയറും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ ഉപയോഗിച്ചേക്കുന്നത്. പിന്നീട് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് 2 സസ്പെൻഷനും ഇൻഡിപെൻഡന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇൻഡിഗോ വാഹനങ്ങളില്ലേ, ഏകദേശം അതിനെയൊക്കെ പോലെയുള്ള, അതേ കണക്കെന്നല്ല, അതിനെയൊക്കെ പോലെയുള്ള, അതിനോട് സിമിലാരിറ്റി ഉള്ള സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. ഫ്രണ്ടിൽ ഉപയോഗിച്ച സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റഡ് വിത്ത് കോയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് കണക്ക് തന്നെ ഒരു ലോ റാം എന്ന് പറഞ്ഞാൽ വലിയൊരു ലോ റാമാണ്. നമ്മളെ സ്വിഫ്റ്റിനൊക്കെ വരുന്ന കണക്കുള്ള വലിയൊരു ലോ റാമാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. അത് കണക്ക് ബ്രേക്കിന്റെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള എഫിഷ്യൻസിയുള്ള ബ്രേക്കാണ് വരുന്നത്. ബ്രേക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്കാണ്, വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് വെച്ചാൽ ഡ്രം ബ്രേക്കാണ്. നമുക്ക് ബാക്കിലത്തെ കാര്യം കൂടി നോക്കാം. അതേ കണക്ക് തന്നെ ഇതിന് നല്ല പൊക്കമുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഇത്തിരി ഓഫ് റോഡ് പോലെയുള്ളതോ അല്ലെങ്കിൽ ഇത്തിരി പരുക്കനുള്ള റോട്ടിൽ കൂടെയൊക്കെ നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ ഒരു റോഡ് ക്ലിയറൻസ്, ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പൊക്കം, നല്ല വ്യത്യാസമുണ്ട്. ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ഒരടിയോളം ഉള്ള വ്യത്യാസം നല്ല രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ വണ്ടി കംഫർട്ടായിട്ട് ഓട്ടിക്കാനും ഇത്തിരി ദീർഘദൂര യാത്ര പോകാനൊക്കെ നമ്മളെ സഹായിക്കും. നമ്മളെ ഈ ഒരു വണ്ടിക്ക് ബാക്ക് സസ്പെൻഷൻ വരുന്നത് മറ്റ് വണ്ടികളെ കണക്കല്ല, ഇതിലും സ്റ്റഡ് വിത്ത് കോയിലാണ് വരുന്നത്. അകത്ത് ഷോക്ക് വരുന്നത് ഫ്രണ്ടിലത്തെ ഷോക്കിന് സമാന്തരമായിട്ടുള്ള നീളമുള്ള ഒരിത്തിരി വണ്ണം കുറഞ്ഞ ടൈപ്പ് ഷോക്കാണ് വരുന്നത്. സ്റ്റഡിന്റെ കൂടെ, അതായത് ഷോക്കിന്റെ കൂടെ തന്നെ സ്പ്രിംഗ് സെറ്റ്, അതായത് അതിന്റെ കോയിൽ സെറ്റും ഒരുമിച്ചാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ടിയാഗോ എന്ന് പറയുന്നത് കുഞ്ഞു വണ്ടിയാണെങ്കിലും ക്യൂട്ടാണ് കാണാനായിട്ട്. നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മളെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ. സ്മോക്കഡ് ആണ്, അതായത് ഒരു പിയാനോ ബ്ലാക്ക് പോലെ തോന്നുന്ന രീതിയിൽ സ്മോക്കഡ് ആണ്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. 2 ലെയർ ആയിട്ടാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഫ്രണ്ടൊക്കെ വല്ലാത്തൊരു ലുക്കായിട്ടാണ് വരുന്നത്. അതായത് സൈഡ് രണ്ടും ഒതുങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് കൂമ്പി വരുന്ന ഒരു രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എയറോഡൈനാമിക് ഡിസൈൻ പ്ലസ് ഒരു വല്ലാത്തൊരു മാരക ലുക്ക്, അതേ പറയാൻ പറ്റുള്ളൂ നമ്മളെ ഈ ടിയാഗോയെ. ഇവന്റെ ചാവി നോക്കുകയാണെങ്കിൽ, ഈ ഒരു ചാവിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്നുണ്ട് ചാവിയിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു വണ്ടി, ഞാൻ എടുത്തു പറയുന്ന കാര്യം വെച്ചാൽ, ഇത്രയും കുഞ്ഞൊരു വണ്ടിയിൽ ഇത്രയും ലക്ഷറിയും കാര്യങ്ങളും കാണാൻ ലുക്കും, അതായത് ഒരു ഓവറാന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒന്നും കുറവില്ലതാണ്. ആ രീതിയിലാണ് എല്ലാ അറേഞ്ച്മെന്റും വരുന്നത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നല്ല ക്ലസ്റ്റർ ബോർഡൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഒരുപാട് ഒരു കാണാനൊരു അരോചകമായിട്ടൊന്നുമില്ല. ക്യൂട്ട്നെസ് ആണ്, മൊത്തത്തിലൊരു ക്യൂട്ട്നെസ് ആണ് നമ്മളെ ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് എവിടുന്നോ ഒരു നാനോയെ ഓർമ്മ വരുന്നുണ്ട് എനിക്ക്. നാനോയുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ആ ഒരു സെൽഫ് മെഷാകുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നി. നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇവന്റെ ക്ലച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആണ്. ഇപ്പൊ പുതിയ വണ്ടിയാണ്, കുറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റും. പക്ഷെ എന്നിൽ തന്നെയും നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ്. വളരെ പെട്ടെന്നൊന്നും ഡാമേജ് ആവാനോ അല്ലെങ്കിൽ ഹാർഡ് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കുറവാണ്. അത് കണക്ക് നമ്മളെ സ്റ്റിയറിംഗ് വന്നിട്ട് വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒതുങ്ങിയ ഒരു കുഞ്ഞു സ്പോർട്ടി സ്റ്റിയറിംഗ് ആണ്. ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ നമുക്കിത് ഡ്രൈവ് ചെയ്യാനായിട്ട്, അതായത് ഇതിനെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടും കോൺഫിഡന്റ് ആയിട്ട് വണ്ടി ഓട്ടിക്കാനായിട്ടും കഴിയുന്നുണ്ട്. ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ്. അപ്പം നല്ല രീതിയിലുള്ള, അതായത് ടാറ്റയുടെ ഈ സാധാരണ വാഹനങ്ങളിലൊക്കെ
ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല എഫിഷ്യൻസി ഉള്ള, നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് ബോക്സ് ആണ് നമ്മളെ ടാറ്റയിൽ വന്നേക്കുന്നത്. അത് കണക്ക് ഫുൾ അപ്പിയറൻസ് നമുക്ക് കാണാനുള്ള ഒരു വണ്ടി മൊത്തത്തിൽ കാണുമ്പോൾ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രീതിയിലും അരോചകം തോന്നിയോ അല്ലെങ്കിൽ ഒരു അധികമായി പോയെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഓവറാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള അപ്പിയറൻസും കാര്യങ്ങളൊന്നും അല്ല. ഇതിന്റെ വിറയിൽ നോക്കിയാണെങ്കിൽ അത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് കയറി ഇരിക്കുമ്പോൾ തന്നെ വണ്ടി മൊത്തത്തിൽ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. ഇതാ ഇപ്പൊ ഈ ഒരു ഗിയർ നോബില് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു വിറയിലും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിയിലുള്ള വിറയലുണ്ട്, നല്ല രീതിയിലുള്ള, എന്റെ കൈ കിടന്ന് വിറയ്ക്കുന്നുണ്ടോ, നല്ല രീതിയിലുള്ള വിറയലുണ്ട്. അപ്പം അതൊരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു വിറയലിന്റെ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കിയിരുന്നില്ല, അത് കറക്റ്റ് ചെയ്തിരുന്നില്ല, കുറച്ചും കൂടെ ഒന്ന് സുഖമായാണ് നമ്മളെ ഈ ടിയാഗോ എന്ന് പറയുന്നത്. വിറയൽ ഒരിത്തിരി അരോചകം തന്നെയാണ് കേട്ടോ. പിന്നെ വണ്ടി ഒരിത്തിരി കാല് കൊടുത്തേ എടുക്കാൻ പറ്റുള്ളൂ. 1200 ക്യൂബിക് കപ്പാസിറ്റി ആണെങ്കിലും ഒരിത്തിരി പവറിന്റെ ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇനിഷ്യൽ പിക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്യുക, അതായത് ഗിയറൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഇടയ്ക്ക് എന്തോ ഒരു വളരെ ചെറിയൊരു ഒടക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. വണ്ടി നമുക്ക് AC ഇട്ട് കഴിയുമ്പോൾ ഒരു ഇനിഷ്യൽ പിക്കപ്പ് നല്ല രീതിയിൽ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വണ്ടി കാല് കൊടുത്ത് ഒരല്പം ജസ്റ്റ് ഒരു സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ടേ വണ്ടി ഒന്ന് മുമ്പോട്ട് പോകുന്നുള്ളൂ. അത് കണക്ക് തന്നെ ഗിയറൊക്കെ ഇടുമ്പോഴത്തേക്കൊക്കെ നല്ല രീതിയിലുള്ള ആ ഒരു, അതായത് ഗിയർ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാല് കൊടുക്കുമ്പോൾ ചെറിയൊരു ലാഗ്, വളരെ ചെറിയൊരു ലാഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നല്ല കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ നമ്മൾ പോണത്. മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടിക്ക് നല്ല റോഡ് ക്ലിയറൻസ്, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കല്ല് അതും ഇതൊക്കെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് നമുക്ക് വലുതായിട്ട് വണ്ടിയെ ബാധിക്കത്തില്ല. അടി തട്ടാനുള്ള സാധ്യത വളരെയധികം നമ്മളെ വണ്ടിക്ക് കുറവാണ്. അത് കണക്ക് തന്നെ ഇവന്റെ ഒരു സസ്പെൻഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ്. നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമുക്ക് വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു സസ്പെൻഷന്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ഒന്നും ഒരു കാരണവശാലും മറ്റു വാഹനങ്ങളിൽ നമുക്ക് ലഭിക്കത്തില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഈ ഒരു വാഹനത്തിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇത്തിരി അധികം ആളുകൾ, ഇപ്പം 4 പേർക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലുള്ള വാഹനമാണ്. നമ്മൾ ഇത്തിരി അധികം ആൾക്കാർ വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അധികം കൊണ്ടുപോകുന്നു. നമ്മളെ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് സഹായകരമാവും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിൽ കുണ്ടും കുഴി, ഇപ്പം ഞാൻ വന്നിറങ്ങിയ റോഡ് കണക്ക് കുണ്ടും കുഴിയോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഓഫ് റോഡ് സെറ്റപ്പിലുള്ള ഒരു വഴിയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടിയുമായിട്ട് പോവാം. ശരിക്കൊന്ന് കാല് കൊടുത്ത് ഓടി നോക്കാം. കാല് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വണ്ടി ജസ്റ്റ് ഒന്ന് RPM കുറച്ചുകൊണ്ട് കയറിയിട്ട് ഒന്ന് ലാഗായിട്ട് പിന്നെയാണ് കയറുന്നത്. അത് കണക്ക് സെക്കൻഡ് ഗിയറിലും അതേ കണക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ തേർഡ് ഗിയർ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് തേർഡ് ഗിയറിൽ ആ ഒരു ഫീലിംഗ് വരുന്നില്ല കേട്ടോ. തേർഡ് ഗിയറിൽ സ്മൂത്തായിട്ട് കയറുന്നുണ്ട് വണ്ടി. അടുത്ത ഫോർത്ത് ഗിയറിലും ഇല്ല, എന്നാലും വണ്ടി വലിച്ചോണ്ട് ഓടുന്ന ഒരു ഫീലിംഗ് ഒന്നും വരുന്നില്ല. വണ്ടി പയ്യെ ഓടി കയറുന്നേ ഉള്ളൂ. അടുത്തത് ഫിഫ്ത്ത് ഗിയറിലും സെയിം ഫീലിംഗ് തന്നെ. വണ്ടി കയറുന്നുണ്ട്, പക്ഷെ വണ്ടി വലിച്ചോണ്ട് ഓടുന്ന ആ ഒരു ഫീലിംഗ് ഇല്ലെന്നേ ഉള്ളൂ. ഈ ഒരു ഫാമിലി സെഗ്മെന്റിൽ, അതായത് ഫാമിലി കാർ എന്നുള്ള സെഗ്മെന്റിൽ ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടൊരു വണ്ടി തന്നെയാണ് നമ്മളെ ടിയാഗോ എന്ന് പറയുന്നത്. ഒരല്പം വിറയലിന്റെ വിഷയം ഒഴിച്ചു നിർത്തിയാണെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ടിയാഗോയ്ക്ക് വരാൻ, നോർമലി ഒരിത്തിരി വിറയൽ കൂടുതലാണ്. AC ഇടുമ്പോൾ ആ ഒരു വിറയൽ ഇത്തിരി അധികമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിറയലിന്റെ കാര്യം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. വിറയൽ അത് കണക്ക് ഉണ്ട്, നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം വിറയൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എന്നെ കണക്ക് ഒരല്പം നീളമുള്ള ഒരാൾക്ക് മുട്ടൊരിത്തിരി സൈഡിൽ തട്ടും, അങ്ങനെ ഒരു കംഫർട്ട് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അത് വലിയൊരു പ്രശ്നമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അത് കണക്ക് തന്നെ ഈ ഒരു കാല് കൊടുത്ത് പോകുമ്പോൾ വരുന്ന ആ ഒരു ലാഗ്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു മൈനസ് ആയിട്ട് എടുത്തു പറയാനായിട്ട്. വണ്ടിയുടെ ബ്രേക്കിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈ വണ്ടി അതിനനുസരിച്ച് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കാല് ബ്രേക്കിൽ തൊട്ടാൽ തന്നെ ആ രീതിയിൽ തന്നെ വണ്ടി പെട്ടെന്ന് അതിന്റെ സ്പീഡ് കുറഞ്ഞ് വണ്ടി അതിന്റെ സ്റ്റോപ്പ് പൊസിഷനിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. ഇത്തിരി നീളം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഈ ടിയാഗോ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ
ഇപ്പം എനിക്ക് ഈ മുട്ട് കെട്ടുന്ന വിഷയം ഉണ്ട്. ഇപ്പൊ ഇത്തിരി നീളം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു രീതിയിൽ അങ്ങനെയുള്ള വിഷയം വരത്തില്ല, നല്ല കംഫർട്ടായിട്ട് അവർക്ക് യൂസ് ചെയ്യാം. അത് കണക്ക് തന്നെ ഒരു കാഴ്ച സുഖമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ സീറ്റിനൊക്കെ അഡ്ജസ്റ്റ്, അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ ആ പരമ്പരാഗത രീതി വിട്ടിട്ട് ടാറ്റ മറ്റൊരു തലത്തിലേക്ക്, അതായത് യുവജനങ്ങളുടെ ഇടയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി വന്നിരിക്കുക. ലോ ബഡ്ജറ്റിൽ നല്ലൊരു പെട്രോൾ വാഹനം വേണം എന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം ഫെസിലിറ്റീസും കാണാൻ ലുക്കും കാര്യങ്ങളൊക്കെയുള്ള ഒരു ചെറിയ ലോ ബഡ്ജറ്റിലുള്ള പെട്രോൾ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിയാഗോ ചൂസ് ചെയ്യാം. പിന്നെ വാഹനം എന്തെന്ന് ഇപ്പം പണ്ടത്തെ ടാറ്റ അല്ല ഇപ്പോഴത്തെ ടാറ്റ, അത് 100% ഉറപ്പാണ്. ഒരു പ്രാവശ്യം ടിയാഗോ ഒന്ന്, ഇപ്പൊ ചെറിയ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഒരു പ്രാവശ്യം പോയി ടിയാഗോ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ മാറ്റം. ആ ഒരു ടാറ്റയ്ക്ക് വന്ന ആ ഒരു മാറ്റം, ഹെവി ആയിട്ടുള്ളൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞ ടാറ്റയ്ക്ക് വന്നേക്കുന്നത്. അത് കണക്ക് വിറയലിന്റെ ഒരു പ്രശ്നം എന്നതൊഴിച്ചാൽ ഏത് രീതിയിലായാലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ടിയാഗോ എന്ന് പറയുന്നത്. കുഞ്ഞൻ ടാറ്റയുടെ കാറിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.